ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അങ്ങനെ നമ്മൾ കാത്ത് 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 ഇപ്പോൾ എനിക്ക് 34 വീക്സ് ആയി. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ശരിക്കും ഇതിനേക്കാളും മുന്നേ ചിലർ പാക്ക് ചെയ്യും. അപ്പം നമ്മളൊരു 30 വീക്സ് ആയപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു 34 വീക്സ് ആയപ്പോഴാണ് എനിക്കെല്ലാം ഒന്ന് സെറ്റായി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ അത്രയും ദിവസം നമ്മളിങ്ങനെ ഡിലേ അടിച്ച് പിന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവായിരുന്നു. ഇനി അങ്ങനെ സമയമൊന്നുമില്ല, 34 വീക്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് വേഗം പാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് ഇപ്പോൾ ബേബീസ് വന്നതുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു, പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡയറി ഉണ്ട്, അതിൽ ഞാൻ ലിസ്റ്റ് ചെയ്തു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എന്നിട്ട് ഞാനത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള, വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നുമായിട്ട് നമുക്ക് പെട്ടിയിലോട്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബേബിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ഞാനും ആശിഷയും കൂടി പോയി വാങ്ങിച്ചായിരുന്നു. പിന്നെ 32 വീക്സ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അധികം ട്രാവലിങ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായി. അതെല്ലാം ആശിഷ് തനിയെ പോയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിലെല്ലാം കണ്ട് ഓരോ കാര്യങ്ങളും, ഓരോ ഡ്രസ്സും, ബേബിക്ക് വേണ്ട കാര്യങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ കോൾ വഴിയായിരുന്നു ചൂസ് ചെയ്തത് വാങ്ങിച്ചത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളൊക്കെ പോയതും ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയതും. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ് ചെയ്തായിരുന്നു. എനിക്ക് ചെറിയൊരു ബ്രീത്തിങ്, ഈ ഒരു ലാസ്റ്റ് വീക്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അത് ഈ പ്രഗ്നൻസിയിലുള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ശ്വാസം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് വാഷ് ചെയ്ത്, അമ്മ വാഷ് ചെയ്ത് തന്നു, അപ്പ അയൺ ചെയ്ത് തന്നു. അപ്പം ഞാനും ആശിഷും കൂടി ഇതെല്ലാം ഇങ്ങനത്തെ ഒരു സിബ്ലോക്കുള്ള ഒരു കവർ, ഒരു സ്റ്റോറേജ് ബാഗ്, അത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ വാങ്ങിച്ചതിൽ 24 കവർ ഉണ്ടായിരുന്നു. അതെന്തോ 300 ആ ഒരു റൗണ്ടിൽ നിന്നു. ഇത്രയും സ്റ്റോറേജ് ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് നമ്മളിതെല്ലാം സ്റ്റോറേജ് ബാഗിലാക്കി. ഇവിടെ ഇതൊരു ട്രാൻസ്പെറൻറ്റും ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലോത്തും ആണ്. അപ്പോൾ ഈ ഒരു ബാഗിലാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് കാണുന്നത്. നമുക്കിതെല്ലാം ഇനി നമ്മുടെ പെട്ടിയിലേക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ബേബിയുടെ ഉടുപ്പുകൾ, കുട്ടി ഉടുപ്പ്, പിന്നെ ബേബിയുടെ ടർക്കി, അങ്ങനത്തെ അധികം നമുക്ക് തുടങ്ങാം. അതെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച ബേബിക്ക് വേണ്ട കാര്യങ്ങൾ, ബേബിക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ചേക്കുന്നത് എല്ലാം വൈറ്റ് കളറാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചേക്കുന്നത് വൈറ്റ് ആണ്. അതിൽ പ്രിൻറ്റോ ഡിസൈനോ വേറെ കളേഴ്സ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന ജംസ്യൂട്ടാണ്. ജംസ്യൂട്ട്, റോംപർ അങ്ങനെയൊക്കെ പറയും. അതിലൊരു ഹുഡി ഉണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും നമ്മൾ കുട്ടി ഉടുപ്പുകളാണ്. കുട്ടി ഉടുപ്പ് എന്ന് വെച്ചാൽ കെട്ടുടുപ്പില്ലേ, അത്. അപ്പം അങ്ങനത്തെ നമ്മൾ ഒരു 8 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലെങ്കോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ബേബിക്ക് ക്യാപ്പ്, പിന്നെ ബൂട്ടീസും മിറ്റൻസും ഒക്കെയാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് ഒരു ഡ്രൈ ഷീറ്റാണുള്ളത്. അത് ഡ്രൈ ഷീറ്റ് പല സൈസ് ഉണ്ടായിരുന്നു, സ്മോള്, മീഡിയം, ലാർജ്, അങ്ങനെ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ രണ്ടുപേർക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും, പിന്നെ ഇതുപോലത്തെ ഇത്രയും സാധനങ്ങളൊന്നും ആർക്ക് വേണ്ടി വാങ്ങിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഓരോ കടകളിലൊക്കെ ഇതൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ബേബിക്കും കൂടി ആയതുകൊണ്ട്. അപ്പോൾ
ഓരോന്നിൻ്റെയും പേരും പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ബേബിക്ക് ഉണ്ടല്ലേ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഒരു എന്താ പറയുക, ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഞങ്ങളിത് വാങ്ങിക്കുന്നത് ഒട്ടും നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമില്ല, നമുക്കിത് വാങ്ങിക്കാമെന്നുള്ളത്. ഞങ്ങൾ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ കടയിൽ പോയി, പനമില്ലി നഗറിൽ. അപ്പോൾ മെഷർമെൻറ്റ് കൊടുക്കുന്ന കടയുടെ സൈഡിൽ തന്നെയായിരുന്നു നമ്മൾ വണ്ടിയിൽ നിന്ന് പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേബിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ബേബിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചത്. ഞങ്ങൾ ഡ്രൈ ഷീറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ അതിനും സൈസ് നമുക്ക് മനസ്സിലായി, സ്മോൾ, ലാർജ്, മീഡിയം, അങ്ങനെ. അപ്പോൾ നമ്മൾ ബേബിക്ക് വാങ്ങിയത് ലാർജാണ്. അപ്പോൾ വേറെ അവിടെ കളേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെഡ് വാങ്ങി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മസ്ലിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ മസ്ലിൻ്റെ പ്രൊഡക്ട്സ് ആണുള്ളത്. ഇത് നമുക്ക് ഇതുപോലത്തെ ഞാൻ 3 വാങ്ങിയിട്ടുണ്ട്. സെയിം ഈ ക്ലോത്തിന് സെയിം സൈസാണ്. 3 അതുപോലത്തെ സെയിം മസ്ലിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞത് നമുക്ക് സ്വാഡൽ ക്ലോത്ത് ആക്കാം, മസ്ലിൻ്റെ തന്നെ സ്വാഡൽ ക്ലോത്ത് ആക്കാം, പിന്നെ വിരിക്കാം, ബെഡിലൊക്കെ വിരിക്കാം, ബേബീനെ റാപ്പ് ചെയ്ത് വെക്കാം, അങ്ങനെ കുറേ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ ലെയറിൻ്റെ മസ്ലിൻ ക്ലോത്താണ്. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് 2 ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ബേബീനെ കിടത്താം. അങ്ങനെ നമുക്ക് വേറെ കാര്യങ്ങൾക്കും ഈ ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ 3 ഉണ്ട്. നെക്സ്റ്റ് മസ്ലിൻ്റെ തന്നെ കുഞ്ഞു കുട്ടി ഒരു കർച്ചീഫ് പോലെ, ഹാൻഡ് കർച്ചീഫ് പോലത്തെ ഒരു 10 വാങ്ങിയിട്ടുണ്ട്. അത് ബേബിക്ക് എന്തെങ്കിലും തുടക്കാനോ അങ്ങനെ എന്തെങ്കിലും ഫീഡ് ചെയ്യുമ്പോഴോ അങ്ങനെ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫീഡ് ചെയ്യുമ്പോൾ തുടക്കാൻ പറ്റുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതും പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ 10 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ വൈറ്റ് കളറിൽ നമ്മൾ റിസീവിങ് ടവലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ടർക്കിയാണ്. ബേബിയുടെ ഇങ്ങനെ ക്യാപ്പ് വരത്തില്ലേ, അങ്ങനത്തെ ഒരു ടർക്കിയാണ്. അതിന് പേരുണ്ടാവും, പക്ഷെ എനിക്ക് പേരറിയത്തില്ല. കാരണം ഇതിനൊക്കെ ഇങ്ങനത്തെയൊക്കെ പേരുണ്ട്, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, എൻ്റെ മാത്രമല്ല ആശിഷിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു ഈ ഒരു സംഭവത്തിലേക്ക് വാങ്ങിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരാൾ വരുന്നു, ആൾക്ക് വേണ്ടി ഇങ്ങനെ വാങ്ങിക്കുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നു എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അതൊക്കെ നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇതിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും, പക്ഷെ ഞാൻ പറയുന്നത് ഇതിന് ടർക്കിയാണ് വിത്ത് ഒരു ക്യാപ്പ് പോലെ. അതുണ്ട്, റിസീവിങ് ടവലുണ്ട്. പിന്നെ ഇപ്പോൾ അടിയിൽ കൊടുത്തേക്കുന്നത് മസ്ലിൻ്റെ തന്നെ ഒരു 3 ലെയർഡ് ആയിട്ടുള്ള മസ്ലിൻ ടർക്കിയാണ്. അത് നമുക്ക് ഇതുപോലെ ബേബീനെ പതിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ബേബിക്ക് വേണ്ട ടിഷ്യൂ വെറ്റ് വൈപ്സ് ആണ്. അത് 99% പ്യുവർ വാട്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന്. ഓക്കെ, ഇത് 2 ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അയ്യോ, ഇനി അടുത്തത് മിന്നു. രാജാവ് നീ തന്നെ. ഇനി അടുത്തത് ഇതൊക്കെ ആശിഷ് തനിയെ പോയി വാങ്ങിയതാണേ.
ബേബിക്ക് വേണ്ട സോപ്പ്, ലോഷൻ, പൗഡർ, മസാജ് ഓയിൽ, പിന്നെ ബേബിക്ക് വേണ്ട നെയിൽ കട്ട്. അത് ഇപ്പോൾ ഉപയോഗിക്കുമോ എന്നറിയില്ല, എന്നാലും ഞാനത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പൊക്കെ ഇട്ട് വെക്കാൻ ഒരു ബോക്സും. എല്ലാം സെബാമെഡിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ബേബിയുടെ ഡ്രസ്സും ടർക്കിയും എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിറ്റർജൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, പീജിൻ്റെ ബേബി ലോണ്ടറി ഡിറ്റർജൻറ്റ്. ഇനി അടുത്തത് പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം, ഞാൻ പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പാമ്പേഴ്സ്, അതിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. 18 പാൻസ് ഉണ്ട്, 18 പാമ്പേഴ്സ് ഉള്ള ഒരു പാക്കറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ബേബിയുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ഇതിലേക്ക് പോവാം. ഞാനിവിടെ മെറ്റേണിറ്റി ഫീഡിങ് ഡ്രസ്സാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരു നാല് ഡ്രസ്സ് അല്ല 5 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പാക്ക് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്നേഴ്സാണ്. അത് മെറ്റേണിറ്റി പാൻറ്റീസും പിന്നെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഇന്നറുമാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ടർക്കിയും കൂടി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ടർക്കിയും ഒരു വലിയ ടർക്കിയും കൂടി നിങ്ങൾ എടുത്തോ. കാരണം ചെറിയ ടർക്കി ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തുടക്കാം. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് കുഞ്ഞു ടർക്കി വേണമെന്നാണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞൊരു ടർക്കിയും കൂടി വെച്ചോ. അതിൻ്റെ കൂടെ നമ്മൾ കുളിക്കുമ്പോൾ ആ ഒരു ടർക്കിയും കൂടെ ഇരുന്നോട്ടെ. പിന്നെ ബേബിക്കുള്ളതുപോലെ തന്നെ എനിക്കുണ്ട് അല്ലേ, നമ്മൾ അമ്മമാരാകുമ്പോൾ അല്ലേ എല്ലാ അമ്മമാർക്കും അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇതെല്ലാം ഞാൻ വീഡിയോ കണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സുകാരനെയും പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു ലിസ്റ്റാക്കി എഴുതിയത്. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മെറ്റേണിറ്റി പാഡ്സും ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ 10 ആണുള്ളത്. ഇനി ഇപ്പോൾ ടോട്ടൽ 20 ആണ് വാങ്ങിയേക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, പിന്നെ അടുത്തത് ബേബിക്ക് വേണ്ടതുപോലെ തന്നെ എനിക്കും വേണം സോപ്പ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഹിമാലയയുടെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയയുടെ ഷാംപൂ കുറേ നാളുകളായിട്ട് ഞാൻ ഹിമാലയയുടെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് മുഖത്തൊന്നും പുരട്ടാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് അപ്പോൾ തന്നെ കുരു വരും. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഹിമാലയയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പ്, പൗഡർ അതെനിക്കാണ് കേട്ടോ. പിന്നെ ഷാംപൂ, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അതപ്പോൾ ഞാൻ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ അണ്ടർ റോൾ ഓൺ, പെർഫ്യൂം, വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് വെച്ചോളൂ. പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ചീപ്പും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ടർക്കിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ വെച്ചോ. കാരണം ആ ടൈമിൽ നമുക്ക് ഒരു റഫ് യൂസിന് വേണ്ടിയിട്ട് ഒരു തുണി, ഒരു ടർക്കി വേണം. കാരണം എവിടെ എന്തെങ്കിലും വെള്ളം വീണാലോ അല്ലെങ്കിൽ നമുക്ക് തുടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ തുണിയൊന്നും നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ചിലപ്പോൾ ഉണ്ടാവില്ല കയ്യിൽ. ചിലപ്പോൾ ആ നോക്കാനായിട്ടുള്ള സാഹചര്യമായിരിക്കില്ല. അപ്പോൾ കയ്യിൽ ഇതുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു തുണിയും വേണം. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരെണ്ണമല്ല, ഒരു ഫുൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റേണിറ്റി പാഡ് യൂസ്ഡ് പാഡ്സൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്ത് വേണം നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇടാനായിട്ട്. കാരണം
നമ്മൾ ആ ടൈമിൽ എനിക്കറിയത്തില്ല, ഭയങ്കര പെയിനും അങ്ങനെയൊക്കെ ആയിരിക്കും. ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ അമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കാണെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. യൂസ് ചെയ്ത പാഡ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് ഡസ്റ്റ്ബിന്നിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് എടുത്തുകൊണ്ട് പോകുന്ന ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം നിങ്ങൾ അതൊന്ന് കവർ ചെയ്ത് നല്ലോണം പൊതിഞ്ഞ് ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനൊക്കെ കൊണ്ട് നമുക്ക് അത് നോക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെ സഹായിക്കുന്നവർ ഇതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ചാർജർ ഫോണിന്, പിന്നെ ബേബിയുടെ ഹോം കമ്മിങ് ഡ്രസ്സും, പിന്നെ നമുക്ക് പിന്നെ എന്തൊക്കെ വേണ്ടേ, നമ്മൾ വാക്കാത്ത ഹോം കമ്മിങ് ഡ്രസ്സും സ്ലീപ്പിംഗ് ബെഡും ക്യാരി ബെഡോ, ബേബീനെ ഇങ്ങനെ ക്യാരി ചെയ്യുന്ന ആ ഒരു ബെഡ് ഉണ്ടല്ലോ, ബോട്ട് ഷേപ്പിലുള്ള ബെഡ്. അതെ, ബോട്ട് ഷേപ്പിലുള്ള ഒരു ബെഡ്. അതും നമ്മൾ ആകെ വാങ്ങിക്കുന്നത് ആ ഒരു സ്ലീപ്പിംഗ് ബെഡോ ആ ഒരു ബേബിനെ ക്യാരി ചെയ്യണ ആ ഒരു ബെഡും പിന്നെ നെറ്റിൻ്റെ ബെഡും കൂടിയാണ് വാങ്ങിക്കുന്നത്. അത് 2 വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ വേറെ കുറേ സംഭവങ്ങൾ, കുറേ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ഒരു 2 സാധനങ്ങളും പിന്നെ ഹോം കമ്മിങ് ഡ്രസ്സും കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യണം. അത് നമ്മളൊരു നവംബർ ഈ ഒരു മന്ത് എൻഡ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം നമ്മളുടെ ഡെലിവറി ഡേറ്റ് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബറിൽ ഒരു ക്രിസ്മസ് തീം ബേസ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ കൂടെ നിങ്ങൾ ആ ഒരു കാര്യം കൂടി, ഹോം കമ്മിങ് ഡ്രസ്സും പിന്നെ ബേബിനെ ക്യാരി ചെയ്യണത്, ആ ഒരു സ്ലീപ്പിംഗ് ബാഗോ അങ്ങനെ എന്തോ പറയണേ, ക്യാരി ബാഗ്, ആ ബേബിനെ ക്യാരി ചെയ്യണത്, അതും നെറ്റ് ബെഡും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ചപ്പൽ, അതും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും കാര്യത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ അത്യാവശ്യമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. ഇപ്പോൾ കുഞ്ഞാൻ വന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് ഒക്കെയാണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ന്യൂലി മോമിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം മറന്നു പോകരുത്, നമ്മളുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ഉണ്ടാവില്ലേ, സ്കാനിങ് റിപ്പോർട്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ എൻ്റെ ഈ ബാഗിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഞാനിങ്ങനെ ഒരു ഫയലിൽ എല്ലാം സ്കാനിങ്ങിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയും എല്ലാം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ ID കാർഡ് വേണം. ID കാർഡും ഒക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചോളണം. ഹോസ്പിറ്റലിൽ പോണതിന് മുന്നേ നമുക്ക് എപ്പോഴാണ് ഇത് ആവശ്യം വരേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ 34 വീക്ക് ആയപ്പോഴാണ് ഞാനിതെല്ലാം പാക്ക് ചെയ്തത്. അപ്പോൾ ഒരു 30 വീക്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ കാര്യങ്ങളും പയ്യെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാനപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ പെട്ടിയിലാക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളെല്ലാം ഇവിടെ വെച്ചിരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഈ ബോക്സിലാക്കിയിട്ടുണ്ട്. ഞാൻ 3 ബാഗാണ് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ഇതുപോലത്തെ ഒരു ട്രോളി ബാഗും ഇതുപോലെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗുണ്ട്. പിന്നെ ഈ ബാഗിലാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സും, ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ റെക്കോർഡ്സും ID കാർഡും ഒക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.